ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പ് വിശകലനയല്ല. അതിനപ്പുറം ഒരു നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയെ കീറിമുറിച്ച് എങ്ങനെ ഒരു മികച്ച ഭരണ മാതൃകയുണ്ടാക്കാം എന്നുള്ള ഒരു രൂപരേഖയാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ചവറയെപ്പറ്റി മാത്രമല്ല, ഡാറ്റ ഉപയോഗിച്ച് ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒരു ജനകീയ ഭരണം എങ്ങനെ കെട്ടിപ്പടുത്താം എന്നതിനെക്കുറിച്ചാണ്. ചവറ ഇതൊരു പേരോ സ്ഥലമോ മാത്രമല്ല, കടലിനോട് പൊരുതി ജീവിക്കുന്ന ഒരു ജനത, അവരുടെ ജീവിതമാർഗങ്ങൾ, സ്വപ്നങ്ങൾ, ഒപ്പം ആശങ്കകളും ഇതെല്ലാം ചേർന്ന ഒരു ജീവനുള്ള ആവാസവ്യവസ്ഥയാണ്. ഈ മണ്ണിന്റെ ഹൃദയമിടിപ്പ് അറിയാതെ, ഇവിടത്തെ മനുഷ്യരുടെ ജീവിതം തൊട്ടറിയാതെ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ വിശകലനം പൂർത്തിയാക്കുന്നത്? 6 ഘട്ടങ്ങളായിട്ടാണ്. നമ്മൾ ചവറയുടെ അടിസ്ഥാന ഘടനയിൽ നിന്നും തുടങ്ങും, പിന്നെ ജനങ്ങളുടെ ദിനദിന പ്രശ്നങ്ങളിലേക്ക് കടക്കും, തിരഞ്ഞെടുപ്പ് കണക്കുകൾ നോക്കും, അവസാനം ഇതിനെല്ലാം ഒരു പരിഹാരമായി ഒരു പുതിയ ഭരണ മാതൃക രൂപപ്പെടുത്തും. ചുരുക്കത്തിൽ, പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്കുള്ള ഒരു യാത്ര. ശരി, നമുക്ക് വിഷയത്തിലേക്ക് ആഴത്തിൽ കടക്കാം. എന്താണ് ചവറയെ ചവറയാക്കുന്നത്? അവിടത്തെ ഭൂമി, സമ്പദ്വ്യവസ്ഥ, പിന്നെ ജനങ്ങളുടെ സാമൂഹികമായ കെട്ടുപാടുകൾ. നമുക്കാദ്യം അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചവറയുടെ രാഷ്ട്രീയ സ്വഭാവത്തെ നിർവചിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നോക്കൂ, ഒരു വശത്ത് കൊല്ലം കോർപ്പറേഷന്റെ ഭാഗമായ മരുത്തടി, ശക്തികുളങ്ങര പോലുള്ള നഗരസ്വഭാവമുള്ള സ്ഥലങ്ങൾ. എന്നാൽ മറുവശത്ത് ചവറ, പന്മന, തേവലക്കര പോലെ ഗ്രാമീണമായ പഞ്ചായത്തുകളും. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് പ്രധാനമായും 3 കാര്യങ്ങളെ ആശ്രയിച്ചാണ്: മത്സ്യബന്ധനം, കശുവണ്ടി വ്യവസായം, പിന്നെ ഗൾഫിൽ നിന്നുള്ള പണം. ഈ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഈഴവ, നായർ, ലത്തീൻ കത്തോലിക്ക, മുസ്ലിം വിഭാഗങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തികളാണ്. ഓക്കെ, അത് വലിയ ചിത്രം. പക്ഷേ ഭരണം കടലാസിലല്ല, മനുഷ്യരുടെ ജീവിതത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. അതുകൊണ്ട് നമുക്ക് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വരാം. കാരണം നമ്മളിനി കാണാൻ പോകുന്ന ഓരോ നമ്പറിന് പിന്നിലും ഓരോ കുടുംബത്തിന്റെയും പറയാത്ത കഷ്ടപ്പാടിന്റെ കഥകളുണ്ട്. 22 ഇതൊരു വെറും നമ്പറല്ല. മരുത്തടി വാർഡിലെ 100 കണക്കിന് കുടുംബങ്ങൾ ഒരു തുള്ളി പൈപ്പ് വെള്ളം കിട്ടാതെ കഴിച്ചുകൂട്ടിയ ദിവസങ്ങളുടെ എണ്ണമാണിത്. 3 ആഴ്ചയിൽ കൂടുതൽ. ഒന്നാലോചിച്ചു നോക്കൂ, കുടിക്കാനും മറ്റടിസ്ഥാന ആവശ്യങ്ങൾക്കും വെള്ളമില്ലാത്തൊരവസ്ഥ ഒരു നഗരത്തിന്റെ ഹൃദയത്തിലിങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഭരണ സംവിധാനത്തിന്റെ എത്ര വലിയ പരാജയമാണ് കാണിക്കുന്നത്. 800 രൂപ ഒരു ദിവസത്തെ വെള്ളത്തിനു വേണ്ടി മാത്രം ഒരു സാധാരണ കുടുംബത്തിന് സ്വകാര്യ ടാങ്കറുകൾക്ക് കൊടുക്കേണ്ടി വന്ന പണം. ദിവസക്കൂലിക്ക് പോകുന്ന ഒരാളുടെ വരുമാനത്തിന്റെ ബഹുഭാഗവും ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു മാസം ഇത് എത്ര വലിയ ഭാരമായിരിക്കും ഓരോ കുടുംബത്തിനും? ഇത് പൈസയുടെ മാത്രം പ്രശ്നമല്ല, മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്. 30% കേരളത്തിലെ യുവജനങ്ങൾക്കിടയിലുള്ള തൊഴിലില്ലായ്മയുടെ ഏകദേശ കണക്കാണിത്. ഒരുപാട് പ്രതീക്ഷകളോടെ പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാർക്ക് ഒരു ജോലിയില്ലാത്ത അവസ്ഥ. ഓരോ വീട്ടിലും ഇതുണ്ടാക്കുന്ന ടെൻഷനും നിരാശയും എത്ര വലുതായിരിക്കും? ഈ കണക്ക് ഒരു തലമുറയുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്. 6.59% കുതിച്ചുയരുന്ന വിലക്കയറ്റം. പെട്രോളിനും ഡീസലിനും ഗ്യാസിനും പലചരക്ക് സാധനങ്ങൾക്കും തീപിടിച്ച വിലയാകുമ്പോൾ ഓരോ വീടിന്റെയും ബജറ്റ് താളം തെറ്റുകയാണ്. വരുമാനം അവിടെ തന്നെ നിൽക്കുന്നു, പക്ഷേ ചിലവുകൾ റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുന്നു. ഇതാണ് ഇന്ന് ഓരോ കുടുംബവും നേരിടുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ജനങ്ങളുടെ ഈ ദേഷ്യവും നിരാശയുമൊക്കെ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത്? ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്? നമുക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ കണക്കുകളിലേക്കൊന്ന് നോക്കാം. ഈ കണക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. LDFും UDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 1% താഴെയാണ്. ഏകദേശം 10% വോട്ട് BJPക്കും കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥമെന്താണ്? ചവറ ഒരു നിർണായകമായ സ്വിംഗ് സീറ്റാണ്. അതായത് ചെറിയൊരു ശതമാനം വോട്ടർമാർ വിചാരിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. 1100 ഇതാണ് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം. ഇതൊരു വെറും കണക്കല്ല. ഒരു ചെറിയ ടൗണിലെ ആളുകളുടെ തീരുമാനം കൊണ്ട് മാത്രം ഒരു നിയോജക മണ്ഡലത്തിന്റെ അടുത്ത 5 വർഷത്തെ ഭാവി നിശ്ചയിക്കപ്പെട്ടു. ജനവിധി എത്ര ദുർബലമായൊരു നൂൽപ്പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് ഈ ഒരു നമ്പർ നമ്മളോട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ജനവിധി ഇത്രയും ദുർബലമായത്? ജനങ്ങൾക്കിടയിൽ പുകയുന്ന ഈ അസംതൃപ്തിയുടെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. വോട്ടർമാരുടെ നിരാശയ്ക്ക് പിന്നിലുള്ള സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിലെ ജനപ്രതിനിധിയുടെ അവസ്ഥ നമുക്കൊന്ന് നിഷ്പക്ഷമായി വിലയിരുത്താം. വ്യക്തിപരമായ കാര്യങ്ങൾക്കപ്പുറം സിസ്റ്റത്തിന്റെ ഭാഗമായുള്ള ഘടകങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒരു ഡോക്ടർ എന്ന നിലയിലുള്ള ഇമേജ്, രാഷ്ട്രീയ പാരമ്പര്യം, ഭരണകക്ഷിയിൽ നിന്നുള്ള ഫണ്ടുകൾ, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ മറുവശത്ത് കുടുംബവാഴ്ച എന്നൊരു ആരോപണം, കുടിവെള്ളം പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിലെ പരാജയം, പിന്നെ ആ ചെറിയ ഭൂരിപക്ഷം, ഇതെല്ലാം വലിയ വെല്ലുവിളികളാണ്.
ജനങ്ങൾക്കിടയിൽ ശക്തമായൊരു ഭരണവിരുദ്ധ വികാരമുണ്ടാക്കുന്ന 5 പ്രധാന കാരണങ്ങൾ ഇവയാണ്. ഇന്ധനവില കൂടിയതുകൊണ്ട് കടലിൽ പോകാൻ പറ്റാതെ ബോട്ടുകൾ കരയ്ക്ക് കയറ്റിവെച്ച മത്സ്യത്തൊഴിലാളികൾ, പ്രതീക്ഷയോടെ നാട്ടിൽ തിരിച്ചെത്തിയ ഗൾഫ് പ്രവാസികളുടെ നിരാശ, വർഷങ്ങളായി കേൾക്കുന്ന പക്ഷേ നടപ്പാക്കാത്ത വാഗ്ദാനങ്ങൾ, ദിവസവും യാത്ര ദുരിതമാക്കുന്ന തകർന്ന പാലം, ഇതെല്ലാം ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന, അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഈ വലിയ വിടവ് ഒരു ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെയാണ് തകർക്കുന്നത്. അത് വിശ്വാസമാണ്. ആ വിശ്വാസം തിരികെ കൊണ്ടുവരുന്നത് ജനങ്ങളെ കേൾക്കുന്നതിലൂടെയാണ്. അറിവോടെയുള്ള പൊതുസംഭാഷണം ഒരു ഉത്തരവാദിത്തമാണ്. ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാൻ അവകാശമുണ്ട്. അവരുടെ ശബ്ദം കേൾക്കപ്പെടുമ്പോഴും അവരുടെ സമ്മതം മാനിക്കപ്പെടുമ്പോഴും ആ അന്തസ്സ് സംരക്ഷിക്കപ്പെടുന്നു. ഇന്ത്യയുടെ DPDP ആക്ട് പോലുള്ള നിയമങ്ങളുടെ അടിസ്ഥാന തത്വവും ഇതുതന്നെയാണ്. ശരി, പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് കടക്കാം. വെറും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളല്ല, മറിച്ച് സുസ്ഥിരമായ ഒരു ഭരണ മാതൃക കെട്ടിപ്പടുക്കാനുള്ള ഒരു സ്ട്രാറ്റജിക് ഫ്രെയിംവർക്കാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിന് നമ്മൾ ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു. ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാനുമുള്ള ഒരു സമഗ്രമായ സമീപനമാണിത്. ഇതിന് 4 മുഖങ്ങളുണ്ട്: ആക്രമണം, സ്ഥിരത, നൂതനാശയം, പിന്നെ സംരക്ഷണം. ഈ 4ഉം ചേരുമ്പോഴാണ് ഒരു പൂർണ്ണമായ ഭരണതന്ത്രം ഉണ്ടാകുന്നത്. ഈ തന്ത്രത്തിന്റെ ഓരോ മുഖവും നമ്മൾ നേരത്തെ കണ്ട പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഉത്തരം നൽകുന്നുവെന്ന് നോക്കാം. ഒന്നാമത്തത് ആക്രമണം, അതായത് സർക്കാരിന്റെ വീഴ്ചകളെയും കെടുകാര്യസ്ഥതയെയും ശക്തമായി തുറന്നു കാട്ടുക, ശിവന്റെ ഊർജം പോലെ. രണ്ടാമത്തത് സ്ഥിരത, അതായത് സമൂഹത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്തുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ബദൽ വാഗ്ദാനം ചെയ്യുക, വിഷ്ണുവിനെ പോലെ. മൂന്നാമത്തത് നൂതന ആശയം, അതായത് തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് പുതിയതും പ്രായോഗികവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുക, ബ്രഹ്മാവിനെ പോലെ. നാലാമത്തത് സംരക്ഷണം, അതായത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മത്സ്യത്തൊഴിലാളികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷയും പിന്തുണയും ഉറപ്പു നൽകുക, ദുർഗയെപ്പോലെ. വയ്യാതന്ത്രങ്ങൾ മാത്രം പോരല്ലോ, അത് എങ്ങനെ താഴെത്തട്ടിൽ നടപ്പിലാക്കാം എന്നതിന് വ്യക്തമായൊരു പ്ലാൻ വേണം. അതാണ് അടുത്തത്, ആശയത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്ക്. ഈ പട്ടിക നോക്കൂ. ഓരോ വിഭാഗം ജനങ്ങളെയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ സമീപിക്കണമെന്നത് ഇത് വ്യക്തമാക്കുന്നു. യുവജനങ്ങൾക്ക് വേണ്ടത് തൊഴിലാണ്. അതിനായി തൊഴിൽമേളകൾ. സ്ത്രീകൾക്ക് വേണ്ടത് സുരക്ഷയും സാമ്പത്തിക സഹായവും. ഓരോ സമുദായത്തിനും അവരുടെ ആശങ്കകൾക്ക് കൃത്യമായ മറുപടി. ഗൾഫിൽ നിന്ന് മടങ്ങിവന്നവർക്ക് പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള പിന്തുണ. ഇതൊരു വെറും വാഗ്ദാന പട്ടികയല്ല, ഓരോ വിഭാഗവുമായും ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ടാക്കാനുള്ള മാർഗരേഖയാണ്. ജനങ്ങളുടെ വിശ്വാസം ഏറ്റവും വേഗത്തിൽ തിരിച്ചുപിടിക്കാൻ അധികാരത്തിൽ വന്നാൽ ഉടനടി ചെയ്യാവുന്ന 3 കാര്യങ്ങളാണിവ. 1. മരുത്തടിയിലെ ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുക. 2. വർഷങ്ങളായി അവർ കാത്തിരിക്കുന്ന MRI സ്കാനർ പ്രവർത്തനക്ഷമമാക്കുക. 3. യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന നൈപുണ്യ കേന്ദ്രങ്ങൾ തുടങ്ങുക. വാഗ്ദാനങ്ങൾ മാത്രമല്ല, പ്രവർത്തിച്ചു കാണിക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റം വരുന്നത്. ജനങ്ങൾക്ക് വേണ്ടതും അതുതന്നെ. തെരഞ്ഞെടുപ്പുകൾ അധികാരത്തിലെത്താനുള്ള ഒരു വഴി മാത്രമല്ല, അത് ജനങ്ങളെ സേവിക്കാനുള്ള അവസരങ്ങളുടെ തുടക്കമാണ്. അതുകൊണ്ട് യഥാർത്ഥ ചോദ്യം എങ്ങനെ ജയിക്കാം എന്നതല്ല, എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാം എന്നതാണ്. ചവറയിൽ നമ്മൾ കണ്ട ഈ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ഇന്ത്യയിലെ മറ്റായിരക്കണക്കിന് മണ്ഡലങ്ങൾക്കും ഒരു മാതൃകയാവില്ലേ? ജനങ്ങളെ കേൾക്കുകയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു ഭരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണമാതൃക നമുക്ക് രാജ്യവ്യാപകമായി വളർത്തിയെടുക്കാൻ സാധിക്കുമോ? അതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു നേതാവാകാനും നിങ്ങളുടെ നിയോജക മണ്ഡലത്തെ ഉയർത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 080 42 041 602 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.